ഹായ് ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന കരാട്ടെ വീഡിയോകളുടെ തുടക്കം ഇതിലൂടെ ആവട്ടെ എന്ന് കരുതി. പക്ഷെ ഈ വീഡിയോ ഒരു 4 മാസം മുന്നേ ഞാൻ എടുത്തു വെച്ചാണ്. ഇതിൻ്റെ വോയിസിൻ്റെ ഇഷ്യൂ വന്ന കാരണം ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വോയിസ് പിന്നെ ആഡ് ചെയ്താണ്. എല്ലാവരും ക്ഷമിക്കും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ കയ്യിൽ വൈറ്റ് ബെൽറ്റ് തുടങ്ങി ബ്രൗൺ ബെൽറ്റ് വരെയുള്ള ബെൽറ്റുകളാണ് ഉള്ളത്. ബ്ലാക്ക് ബെൽറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അടുത്ത ടെസ്റ്റ് എനിക്ക് വരുന്നത് ബ്രൗൺ തേർഡിൻ്റെയാണ്. ഏകദേശം കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആരോഗ്യവും ആയുസ്സും സമയം ഒത്തുവരണമെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ബ്ലാക്ക് ബെൽറ്റ് പോലും ആവാത്ത ഞാൻ എന്തിനാണ് ഈ നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് കരാട്ടെ റിലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും അതുപോലെ എന്നെ തീരെ അറിയാത്ത ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഏകദേശം ഇപ്പോൾ ഒരു കരാട്ടയിലേക്ക് ഞാൻ വന്നിട്ട് 2 വർഷത്തോളം ആവാറായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ തേർഡിൻ്റെ ടെസ്റ്റാണ് എനിക്ക് അടുത്തത് വരുന്നത്. ലോകമെമ്പാടും നമ്മുടെ COVID-19 കൊറോണ ആഞ്ഞു വീശിയപ്പോൾ അതിൻ്റെ ചെറിയ കാറ്റ് എനിക്കും എൻ്റെ ജീവിതത്തിലും വന്ന് പതിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഞാൻ ഈ കൊറോണ എനിക്ക് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40 വയസ്സ് വരെ ഒരു അധികം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതോ അങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലില്ല. എനിക്ക് കൊറോണ കാലത്ത് കൊറോണ വന്നിട്ട് ഏകദേശം 16 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു 52 ദിവസത്തോളം എടുത്തു എനിക്ക് ശരിക്കും ഒന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട്. ഒരു എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ശ്വാസം ശരിക്കും വലിക്കാൻ പറ്റാണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഏകദേശം ഒരു 7 മാസക്കാലം എടുത്ത് എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സുഖം കിട്ടാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള എനിക്ക് ജീവിതത്തിൽ 1 വർഷക്കാലം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ അതൊക്കെ കടന്നുപോയി. ആ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കനെ വീണ്ടും സൈക്ലിംഗ് ഒക്കെ ഒന്ന് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വീണ്ടും നമ്മുടെ ഈ കരാട്ടെ എന്ന മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. എൻ്റെ വളരെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കരാട്ടെ ആർക്കൊക്കെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നിങ്ങളോട് പറയണം നിങ്ങൾ ഇനി ഞാൻ പറയുന്ന പോലെ ജീവിക്കണം എന്ന് പറയുന്ന ആൾക്കാരൊഴിച്ച് ബാക്കി ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കരാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി വീഡിയോയിലെ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ വീഡിയോയിൽ സൈഡിൽ കാണുന്നതാണ് എൻ്റെ ഗ്രാൻഡ് മാസ്റ്ററും ഇന്ത്യൻ ചീഫും എന്നെ പഠിപ്പിക്കുന്ന മാസ്റ്ററും. ഞാനും അന്നക്കുട്ടിയും ഞങ്ങളുടെ ഇന്ത്യൻ ചീഫ് ഷിഹാൻ ഉസ്മാൻ മാസ്റ്റർ നേരിട്ട് നടത്തുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കണ്ടായി. അവിടെ ഒരു കരാട്ടയുടെ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, എങ്ങനെയൊക്കെയാണ് ഒരു ടെസ്റ്റ് നടക്കണേ, അതിൻ്റെ കുറച്ച് നിങ്ങൾക്ക് അധികം ബോറടിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ ഹാരിസ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് ലൈഫിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്റ്റ് നടക്കുന്ന വേദിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ടെസ്റ്റൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും വരിയായിട്ട് ഇതേ ഇരിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല, ഞാനും അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മുനീറാണ് താരം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലെ നമ്മുടെ മുനീർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ചീഫിൽ നിന്ന് മറ്റുള്ള മാസ്റ്റേഴ്സ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് എൻ്റെ മാസ്റ്റർ കൂടിയ റൺഷി ഷാജി മാസ്റ്ററാണ്. അതുപോലെ മറ്റുള്ള എല്ലാ മാസ്റ്റേഴ്സും ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 100% മാർക്കോടുകൂടി ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് പാസ്സായ ശ്രീയ എന്ന പെൺകുട്ടിക്ക് പഠിപ്പിച്ച ഞങ്ങളുടെ മാസ്റ്റർ റൺഷി ഷാജി മാസ്റ്റർ തന്നെ ബ്ലാക്ക് ബെൽറ്റ് കെട്ടിക്കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കുട്ടി നമ്മുടെ വീഡിയോയിൽ വന്ന മുഹമ്മദ് മുനീറാണ് താരം എന്ന് പറഞ്ഞ മുഹമ്മദ് മുനീറിൻ്റെ പോലെ തന്നെ 100% മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 100% മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് ഈ കുട്ടിയെ ഒരുക്കിയ ഷാജി മാസ്റ്റർക്കും അതുപോലെ പാസ്സായ ഈ കുട്ടിക്കും നമ്മുടെ ചാനലിൻ്റെ വക പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം ബേസിക് എക്സസൈസുകൾ ചെയ്യിക്കും, അതിനുശേഷം കോമ്പിനേഷൻ, കത്ത, ഫൈറ്റുള്ള ആളുകൾക്ക് ഫൈറ്റ്. ഇങ്ങനെയാണ് കരാട്ടയുടെ ടെസ്റ്റ് നടക്കുന്ന രീതി.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നക്കുട്ടി യെല്ലോ ബെൽറ്റിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അന്ന് വീഡിയോ എടുത്ത സമയത്ത് അന്നക്കുട്ടി യെല്ലോ ബെൽറ്റ് ആയിരുന്നു. ഇപ്പം അന്നക്കുട്ടി ഗ്രീൻ ബെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടമായ പരമാവധി ആൾക്കാർ പറ്റുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി പറ്റുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. 2025 നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഈ പുതിയ ചാനലുകൾക്ക് നിലനിൽക്കാൻ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അന്നക്കുട്ടിയുടെ കോമ്പിനേഷൻ കഴിഞ്ഞ് അടുത്ത് നടക്കാൻ പോകുന്നത് കത്ത സോൾ ഓഫ് കരാട്ടെ എന്ന് പറഞ്ഞ സംഭവമാണ്. അന്നക്കുട്ടിയുടെ കത്ത നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കാണാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കോമ്പിനേഷൻ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നതിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞൊന്ന് കമൻറ്റ് ചെയ്തിട്ട്. അടുത്തത് ഞാനും എൻ്റെ കൂടെയുള്ളവർ കത്ത ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ഈ കത്ത മുഴുവൻ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൗൺ ഫോർത്തിൻ്റെ കോമ്പിനേഷൻ ടെസ്റ്റ് തുടങ്ങി. മാസ്റ്റർ ആദ്യം ചെയ്ത് കാണിക്കും, അത് അവർ ആവർത്തിച്ച് ചെയ്യണം. അങ്ങനെയാണ് കോമ്പിനേഷൻ്റെ ടെസ്റ്റ് നടക്കുക. ഇവരെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാളായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്.
അപ്പോൾ ഇനി അടുത്തത് ഞാനൊന്നും പറയാനില്ല, നേരെ അടുത്ത എൻ്റെ ഫൈറ്റിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാൻ. അങ്ങനെ കാത്തിരുന്ന കരാട്ടയുടെ ഫൈറ്റ് മത്സരങ്ങൾ തുടങ്ങാൻ നേരായി. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരാൾ ഞാനാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മിസ്റ്റർ ആനന്ദ്. അദ്ദേഹം ഇക്കഴിഞ്ഞ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഫൈറ്റിൽ സ്റ്റേറ്റ് മത്സരങ്ങൾക്ക് യോഗ്യത നേടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിക്കൊക്കെ എനിക്ക് കിട്ടണത് കാണാം. എല്ലാവരും എൻജോയ്. പി വിളിയുടെ ശബ്ദം കേട്ടതും മനസ്സിൽ ലഡ് പൊട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം. ഈ മത്സരം നിയന്ത്രിച്ചത് എൻ്റെ മാഷ മോള് കൂടിയായ ഞങ്ങളുടെ സെൻസായി ഷാനു. അങ്ങനെ എൻ്റെ അന്നക്കുട്ടിയും ഏകദേശം ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ നടന്ന ബാക്കിയുള്ളവരുടെ കുറച്ച് ഫൈറ്റും മറ്റുള്ള കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് ഓടിച്ച് കാണാം. അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ചീഫ് നേരിട്ട് തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് മുനീറിൻ്റെ സിസ്റ്ററായ നദീറയുടെ ഫൈറ്റാണ്. കളർ ബെൽറ്റിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണേണ്ട ഒരു ഫൈറ്റ് തന്നെയാണ്. ആരും മിസ്സാക്കാതെ കരാട്ടെ റിലേറ്റഡ് ആയിട്ടുള്ളവർ കാണണം. മുഹമ്മദ് മുനീറിൻ്റെ സിസ്റ്ററായ നദീറയ്ക്ക് ഇങ്ങനെ അല്ലാതെ ആവാൻ പറ്റില്ല. ഈ ഫൈറ്റ് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ചെയ്തോളൂട്ടോ എല്ലാവരും. ഫൈറ്റ് കഴിഞ്ഞതും ഇന്ത്യൻ ചീഫ് ആ കുട്ടിയുടെ പേരെഴുതിയെടുക്കുന്നുണ്ട്. ആ കുട്ടിയായിരുന്നു അന്ന് നടന്ന മത്സരങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്, നദീറയായിരുന്നു. ഇത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹാരിസ് ബ്രോ അദ്ദേഹത്തിൻ്റെ മോനും ഇവർ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ജോയിൻ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ഇവരെ വോയിസ്, ഈ ക്ലിപ്പിൻ്റെ വോയിസ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ള പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയും. എല്ലാവരും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഇവർ നമ്മുടെ വീഡിയോയിൽ വരാൻ കാരണം ആദ്യം തന്നെ ഹാരിസ് ബ്രോനെ കുറിച്ച് പറയാം. അദ്ദേഹം അബുദാബിയിലെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ സ്വന്തമായിട്ട് ബിസിനസ്സുണ്ട്. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട തിരക്കൊക്കെ ഉള്ള ആളാണ്. എന്നിരുന്നാലും അദ്ദേഹം എന്തെന്ന് പറയാ, മാർഷൽ ആർട്ട് കരാട്ടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മോനും മോളും അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ മക്കളും ഒക്കെ കരാട്ടെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ കരാട്ടെ മാത്രമല്ല, ഇവര് ഹാരിസ് ബ്രോ അവിടെ അബുദാബിയിലും നാട്ടിൽ വരുമ്പോഴൊക്കെ ഓടാൻ പോവുക, സൈക്ലിങ്ങിന് പോവുക, അങ്ങനെ പരമാവധി ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് ലൈഫിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞത് 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് കരാട്ടെ ചെയ്യണമെന്ന് വെച്ചാൽ 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ കൈകാലുകൾക്കും ഇതിനൊക്കെ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി നിലനിർത്താൻ പറ്റുമെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, 40+ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാർഷൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പതിവിൽ കവിഞ്ഞുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ സപ്ലിമെന്റുകൾ, അത്യാവശ്യത്തിന് വേണ്ട സപ്ലിമെന്റുകൾ എടുക്കണം. അത് ഹെൽത്തിന് നന്നായിരിക്കും എന്നാണ്
ആളുടെ ഫ്രണ്ട്സ് ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവര് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള അറിവുകൾ ആള് നമുക്കും കൂടി പറഞ്ഞു തരികയുണ്ടായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആള് പറഞ്ഞത്. മെയിനായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ പ്രായം നോക്കാണ്ട് എന്തെങ്കിലും പ്രത്യേക തരമുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അവരെ മാത്രം ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാവരും എക്സസൈസ് ചെയ്യണം. കണ്ട അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്, കാരണം അദ്ദേഹത്തിന്റെ വോയിസിൽ തന്നെ നമുക്ക് പിന്നീട് ഒരിക്കൽ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ചാനലിന് വേണ്ടി പിന്നീട് ഒരു ദിവസം ജോയിൻ ചെയ്യുമായിരിക്കും അദ്ദേഹം നാട്ടിലൊക്കെ വരുമ്പോൾ. വലപ്പാട് ഗ്രൗണ്ടിലത്തെ രാവിലത്തെ കാഴ്ചകളാണ്. അവിടെ ഗ്രൗണ്ടിൽ മണപ്പുറം സ്പോൺസർ ചെയ്താണ് ഈ എക്സസൈസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. അപ്പോൾ അവിടെ രാവിലെ വൈകിട്ട് നിങ്ങളുടെ ഒഴിവുപോലെയൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ മനുഷ്യന് അത്യാവശ്യം ചെയ്യാവുന്ന എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആരോടെങ്കിലൊക്കെ അറിയില്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ അവിടെ ഉണ്ടാവും, അവരോടൊക്കെ ചോദിച്ച് ചെയ്യുക. രാവിലെ തന്നെ കുട്ടികൾ വരെ വന്ന് എക്സസൈസ് ചെയ്യുന്നത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. കണ്ട ഹാരിസ് ബ്രോയുടെ മോൻ അതേ നിൽക്കണു. അങ്ങനെ എല്ലാവരും അവിടെ രാവിലെ പിള്ളേരും പ്രായമായിട്ടുള്ളവരും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എക്സസൈസ് ചെയ്യുന്നു. ഗ്രൗണ്ടിൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു അടിപൊളി വൈബ് തന്നെയാണ് നമ്മുടെ വലപ്പാട് ഗ്രൗണ്ട്. നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരായി. എല്ലാ വ്യൂവേഴ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.